ഗൈസ്, ഇറ്റ്സ് മീ അനസ് കുർമൻ. ടുഡേ മൈ എത്രാമത്തെ വ്ളോഗാണ് എന്തോ ആയിക്കോട്ടെ. നമ്മൾ കുറേ ആയി വ്ളോഗ് ഇട്ടിട്ട്. നമ്മളുടെ വ്യൂവേഴ്സ് നമ്മളുടെ കണ്ടന്റ് ഒക്കെ പോയി. നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ മതിന്ന് എങ്ങനെയോ എൻ്റെ കയ്യെട്ടി എങ്ങനെയോ ഡിലീറ്റ് ആയി പോയി. സോ എന്തായാലും നമ്മളുടെ ഒക്കെ മൈനസായി, എല്ലാ സാധനവും മൈനസായി. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയലുണ്ടല്ലോ, ഗ്രാജുവേഷൻ ഇതും ഗ്രാജുവേഷൻ മൈനസായി, ഗ്രാജുവേഷൻ മൈനസായി. സോ എന്തായാലും നമ്മൾ ഇനിയും വരും വരുന്നല്ല, നമ്മുടെ മാസത്തിൽ 2 വ്ളോഗോ അങ്ങനെയൊക്കെ ആയിട്ട് വരുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ നോക്കിയാൽ കുറേയൊക്കെ അറിയാൻ പറ്റും. സോ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വീഡിയോ ഇടാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയും പോലെ നമ്മളെല്ലതും കൊണ്ടുപോവുക, എല്ലതും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ നമുക്ക് ലീവ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും, നമുക്ക് ഫോൺ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ എന്നും ചെയ്യാന്ന് പറയണ നടക്കുന്നത് വല്ലതും ചിന്തിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. വെറുതെ കുറേ പ്ലാൻ ഇട്ടിട്ടായിരിക്കും അതിൻ്റെ വാക്കല്ലേ നിങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീഡിയോ നമ്മൾ കുറേ ആയിട്ടിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ചൊക്കെ കാണുള്ളൂ. ഈ വീഡിയോ അത്രത്തോളം ആൾ കാണുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കണ്ടാൽ ഭാഗ്യം, അത്രേ പറയാൻ പറ്റൂ. സോ എന്തായാലും നമ്മൾക്ക് നമ്മളുടേതായ കുറേ കാര്യങ്ങൾ, അഥവാ നമ്മൾ ഉദ്ദേശിക്കാതെ ഒറ്റയടിക്ക് 40 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ കാര്യം പറയാം, ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങിയിട്ട് 2 മാസമായിട്ട് ഒരു 12 സബ്സ്ക്രൈബേഴ്സ് അത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ പ്രകാരം ഒരു 12 സബ്സ്ക്രൈബേഴ്സ് ഒരു 2 മാസം കഴിയുമ്പോൾ, അങ്ങനെ കുറച്ച് മാസം ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയൊരു 4 കൊല്ലം അങ്ങനെയൊക്കെ ഒരു എൻ്റെ ഒരു ഇത് കണക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കുറേയൊക്കെ അതിലേറെ നമുക്ക് കാരണം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചയിൽ 2 വീഡിയോ. ഇപ്പോൾ ഹോസ്റ്റലിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ മാസത്തിൽ 2 വീഡിയോ ഇടുന്നുള്ളൂ. ഇതിൻ്റെ എന്താണ് എനിക്ക് അവസ്ഥ അറിയില്ല. ഒരു മാസത്തിൽ അത്രയും ഡിലേ വന്നപ്പോൾ നമ്മളുടെ ഫുള്ള് മൈനസ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് ഇങ്ങനെ ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ -1 കാണാം. അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒക്കെ കുറയും. പക്ഷേ നമുക്ക് അതിനുള്ള ചാൻസ് ഇല്ല. നമ്മളെ കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോകാം. ഒരു 3 കയറിയിട്ട് 2 മൈനസ് അടിച്ചാൽ 1 അവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണ് പോകും. അപ്പോൾ ഒരു 12 മാസം കഴിയുമ്പോൾ 12 സബ്സ്ക്രൈബേഴ്സ് ഇത്രയൊക്കെ വിചാരിച്ചാൽ മതി. അതിലേറെ അതൊക്കെ ദൈവം തരുന്നല്ലേ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ആൾക്കാർ അതൊക്കെ ഒരു സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സമയത്ത് വിജയിക്കും എന്നുള്ളത് സ്വാഭാവികം, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിജയം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ഹോപ്പിൽ നമ്മളിങ്ങനെ തുടങ്ങി. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് മീ അനസ് കുർമൻ. ബൈ. ഇന്നത്തെ ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ.